ഇജിപ്പോ എത്ര കൊല്ലായി ഇവിടെ വന്നിട്ട്? 9 കൊല്ലായി. ഇജ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ടാണ് ഈ സംസാരിക്കണം. ഇത് മനസ്സിലാക്കിക്കോ. 20 കൊല്ലായി ഞാൻ ഇവിടെ വന്നിട്ട്. എന്റെ ബാങ്കിൽ ഒന്നുമില്ല. അതിലിപ്പോ ഈ നാട്ടില് ഗൂഗിൾ പേ വന്നില്ലേ, അതിന്റെ ദിവസം ഇപ്പൊ ഒന്നും തീരില്ലാതായിരിക്കും. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചത് എന്താന്ന് വെച്ചാൽ എല്ലാ മാസം എല്ലാ ചെലവ് കഴിച്ച് എന്ത് പണ്ടാറ ചെലവ് ഉണ്ടായാലും വേണ്ടിയില്ല, നമുക്കായിട്ട് ഒരു ചെറിയ എമൗണ്ട്, ഒരു 5000 ഉറുപ്പ്യെങ്കിലും വെച്ചിട്ട് നാട്ടിലത്തെ 5000 ഉറുപ്പ്യെങ്കിലും വെച്ചിട്ട് അത് തൊടാതാവുമ്പോൾ വെക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഈ 7 മാസമായിട്ട് ആ 5000 പോയിട്ട് ഒരു 1000 വെക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്താ പരിപാടി? ടിക്ടോക്ക് ഒന്നല്ല, അതെന്താ കാൽക്കുലേറ്ററിലൊക്കെ പരിപാടി? 26,000 ഉറുപ്പ്യ എന്റെ കണക്ക് എത്തിച്ച് കൊറേ സമയമായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് നോക്കി മജ്ജത്തിലെ മഴ, എച്ചാതി മഴ ഇടി മിന്നും മഴയൊക്കെ കൂട്ടി എന്താ കഥ? ഒന്ന് വന്നോക്കി. മഴ ആസ്വദിക്കാനുള്ള മൂഡിലെല്ലാം ഉള്ളത്. എന്താ വിഷയം പറയും? പ്രശ്നങ്ങളെ കേട്ടോ. എന്താണ് കാര്യം പറയും? ഇന്നത്ര ഡേറ്റ്? ഇന്ന് ഡേറ്റ് 1-ാം തീയതി. ശമ്പളം കിട്ടിയ? ശമ്പളം കിട്ടി. എന്താണ് അവസ്ഥ? ശമ്പളം എപ്പോഴുള്ള പോലെ തന്നെ. ഇന്നലെ ശമ്പളം കിട്ടിയിട്ട് ഇന്നൊരു ദിവസമായിട്ടു. ഇപ്പൊ എത്ര പൈസ ഉള്ള? 192 റിയാലുള്ളത്. അതെങ്കിലും ഇനി ഈ മാസം ലാസ്റ്റ് വരെ ഇത് അതൊക്കെ എത്തോടാ. അപ്പൊ എന്താ പറക്ക് വലിയ ചെലവൊന്നും ഇല്ലല്ലോ. 2 ബോട്ടിൽ വെള്ളം മേടിക്കേണ്ടി വരും. പിന്നെ മാത്രം 3 നേരം കുടിച്ചിട്ട് കഴിഞ്ഞു പോകില്ലല്ലോ. പിന്നെ ഇപ്പൊ കുപ്പൂസും ഇതൊക്കെ അല്ലേ, 1 റിയാലിന്റെ കുപ്പൂസ്. ഇവിടെ ഇപ്പൊ വലിയ ചെലവൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളെ ജീവിക്കട്ടെ. AC ഒക്കെ മേടിക്കില്ലേ പേരയിൽ ഇപ്പൊ ചൂടായിട്ട്? വിറ്ററിയില്ല. നമ്മളോട് പറഞ്ഞു മരണച്ചൂടാണ്, ഒരു രക്ഷയില്ല. വെറുതെ പറഞ്ഞു ഏതായാലും ഒന്ന് അന്വേഷിക്ക്. തൊട്ടടുത്ത് തന്നെ മൈജി ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പോയിട്ട് അന്വേഷിച്ചാ മതി. എന്നോട് പോയി ഇന്നലെ സാധനം എടുത്തോടോ. AC മേടിച്ചില്ലേ? എടാ എടുത്തോടാ, കുഴപ്പമില്ല. നമ്മളിവിടെ AC-ലും ഇതിലൊക്കെ എടുക്കുന്നില്ല. 0 പേയ്മെന്റ്. അതന്നെ എനിക്ക് മാസത്തിൽ അയച്ചു കൊടുത്താ പോരെ? ഞാൻ തന്നെ ഇനിയിപ്പൊ അതന്നെ ഇനി 4000 ഉറുപ്പ്യ മാസം അതിന് വേണ്ടിട്ട് ഇജിപ്പോ എത്ര കൊല്ലായി ഇവിടെ വന്നിട്ട്? 9 കൊല്ലായി. ഇജ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ടാണ് ഈ സംസാരിക്കണം. ഇത് മനസ്സിലാക്കിക്കോ. 20 കൊല്ലായി ഞാൻ ഇവിടെ വന്നിട്ട്. എന്റെ ബാങ്കിൽ ഒന്നുമില്ല. അതിലിപ്പോ ഈ നാട്ടില് ഗൂഗിൾ പേ വന്നില്ലേ, അതിന്റെ ദിവസം ഇപ്പൊ ഒന്നും തീരില്ലാതായിരിക്കും. ആദ്യം പിന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ കിടന്നിരുന്നു. ഗൂഗിൾ പേ ഇല്ലാത്ത കണക്ക് തന്നെ എന്റെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇതുവരെ വെക്കാൻ പറ്റില്ല. എല്ലാരും പ്രശ്നം ഒരു വിധമുള്ള 90% പ്രവാസികളുടെ വിഷയം. 9 20 കൊല്ലായ ആളോടാണ് ഇപ്പൊ ജി പറയുന്നത്. അത് ജി ആലോചിക്കണം, ചിന്തിക്കണം. അപ്പൊ ജി എന്താ ചിന്തിക്കണം? ഹാപ്പിയായിട്ട് നടക്കന്നെ. അല്ലി കൊല്ലി വരണത്തെ കാണാം. ഞാൻ ഇപ്രാവശ്യം ഇപ്പൊ വന്നിട്ട് ഞാൻ എത്ര ആയിന്നറിയോ? 7 മാസമായി. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചത് എന്താന്ന് വെച്ചാൽ എല്ലാ മാസം എല്ലാ ചെലവ് കഴിച്ച് എന്ത് പണ്ടാറ ചെലവ് ഉണ്ടായാലും വേണ്ടിയില്ല, നമുക്കായിട്ട് ഒരു ചെറിയ എമൗണ്ട്, ഒരു 5000 ഉറുപ്പ്യെങ്കിലും വെച്ചിട്ട് നാട്ടിലത്തെ 5000 ഉറുപ്പ്യെങ്കിലും വെച്ചിട്ട് അത് തൊടാതാവുമ്പോൾ വെക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ്. ഈ 7 മാസമായിട്ട് ആ 5000 പോയിട്ട് ഒരു 1000 വെക്കാൻ നമുക്ക് പറ്റണില്ല. 5000 തൊടാണ്ട് വെക്കണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ബാങ്കുകാർക്ക് കട്ടാക്കാതിരിക്കാൻ വേണ്ടി മിനിമം വെക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഞാൻ ഫസ്റ്റില് ഗൾഫിലേക്ക് വരുമ്പോഴേ എനിക്ക് ആകെ ഉണ്ടായിരുന്ന കട എത്ര എന്നറിയാം? എനിക്ക് 10000 ഉറുപ്പ്യ. ആ കട എന്താന്ന് വെച്ചാൽ ടിക്കറ്റിന് വേണ്ടിയിട്ട് ഒരാളെടുത്ത് പൈസ മേടിച്ചത് 10000 ഉറുപ്പ്യ. 20 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇന്നിപ്പോ എനിക്ക് ലക്ഷങ്ങൾ കടാണ് ഇവിടെ നിന്നിട്ട്, 20 കൊല്ലം നിന്നിട്ട്. ഇതാണിപ്പോ ഒരു വിധമുള്ള പ്രവാസികളൊക്കെ അവസ്ഥ. ഈ ഗൾഫിലല്ലേ എന്ന് വിചാരിച്ചോണ്ട് എല്ലാവിധ കുണ്ടാവണ്ടികളും നമുക്കാണ് വരിക. അപ്പൊ അതിനനുസരിച്ച് ചെയ്യണം. അത് ഇല്ല ഞാൻ മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാണ്ട് നാട്ടിൽ ഈ ആചാരങ്ങളുണ്ടല്ലോ, അതൊക്കെ എടുത്ത് പോയാൽ തന്നെ കുറേ ഇത് നമ്മളെ പ്രവാസികൾ രക്ഷപ്പെടും. ഈ ആചാരങ്ങളും അല്ല നമ്മളെ വീട്ടിലത്തെ ചെലവും കാര്യങ്ങളൊന്നുമല്ല. വീട്ടിലെ ചെലവൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നടത്താൻ പറ്റും. ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഞാനൊക്കെ രാത്രിയൊക്കെ ചിന്തിച്ചിട്ട് ആകെ പിരാന്തായിട്ട് രാവിലെ എണീച്ച് ഡ്യൂട്ടിക്ക് പോയിക്കും പല ദിവസങ്ങളിലും. അപ്പോഴേ നമുക്ക് ഈ മാസം ചെലവൊന്ന് ചുരുക്കാം. 192 ഉറുപ്പ്യൊക്കെ എൻ്റെ ചെലവാണ് നടന്നാൽ പോരെ? അത് നടന്നോളും, കുഴപ്പമില്ല. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും, ചിരിക്കും, ആഹ്ലാദിപ്പിന് എല്ലാവർക്കും എന്താ ചെയ്യുക? 500 റിയാൽ എവിടുന്നെങ്കിലും തിരിക്കണം. ഒരു 10000 ഉറുപ്പ്യ കിട്ടണോ? ഒരു അർജന്റ് വേറെ ഒരുത്തൻ എന്നെ സഹായിച്ചിരുന്നു. നമ്മളെ പ്രവാസികൾ അങ്ങനെയുള്ള നാട്ടിൽ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കും. ഓനിപ്പോ നാട്ടിൽ പോവാണ്, ഓൻ്റെ അടുത്ത് 10 പൈസ ഇല്ല. ആ ചെക്കൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ പോവാണ് നാട്ടിൽ. അപ്പൊ ഓനക്ക് ഒരു 10000 ഞാൻ കൊടുക്കാണ്ട്, അതെങ്കിലും ഇപ്പൊ കൊണ്ടുവച്ചു.
പിന്നെ ഞാൻ വരുമ്പോ എനിക്ക് അങ്ങോട്ട് കൂട്ടി അയച്ചരാന്ന് പറഞ്ഞാണ്. അപ്പൊ ആ 10,000 ഇപ്പൊ അവനക്ക് കൊടുക്കാൻ ഇപ്പൊ എന്റെ അടുത്ത് പൈസ ഇല്ല. എനിക്ക് ഒരു 500 രൂപ ഇവിടുന്ന തോണ്ട് വെച്ചിട്ട് ഞാൻ വന്നതാണ്. അപ്പൊ എന്റെ അടുത്ത് വന്ന് നോക്കുമ്പോ അതിനും വലിയ ഈ അവസ്ഥ ഉള്ളത് തന്നാളെ ബാക്കി ഒപ്പിച്ചാൽ എനിക്ക് 100 ഇതാ, ബാക്കി 400 ജേഡിന് നീ തോണ്ടിക്കോ. അല്ലാതെ ഇതിന്റെ 92 റിയാലുണ്ട്. 50 കൂടി 42 പോരെ. അപ്പോഴത്തെ ഈ ബാക്കി 350 നോക്കിയാൽ മതിയല്ലോ ട്ടാ. അപ്പൊ വലിയ ഉപകാരം ഹയറാക്കട്ടെ, അള്ളാഹ് ഹയറാക്കട്ടെ മോനെ തന്നെ. 350 ഞാൻ ഇനി ഇവിടുന്ന് ഒപ്പിക്കാന്ന് നോക്കട്ടെ ട്ടാ. ഞാൻ പോട്ടെ. എഴുത്താൻ വന്ന് ഉള്ള 150 കിട്ടി. അവന്റെ വർത്താനെല്ലാം കേട്ടപ്പോ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു സഹായം ഇങ്ങോട്ടുണ്ടാവുമായിരിക്കും. ഉള്ളത് തോണ്ടിയിട്ടുണ്ട്. കാണാൻ